ഇന്ന് ഈ ഒരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഡിസൈൻ നമുക്ക് സാധാരണ ബ്ലൗസിൽ മാത്രമല്ല കുർത്തിയുടെ നെക്കിലും സ്ലീവിലും ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിട്ടുണ്ടാകും. അത്രയും അടിപൊളി ഡിസൈനാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് റൗണ്ട് ബീഡും ഷുഗർ ബീഡും പിന്നെ സ്വിങ് ത്രെഡും നീഡിലും മാത്രമാണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നീഡിലെടുത്തതിന് ശേഷം അതിലകത്തോട്ടേക്ക് ഷുഗർ ബീഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര നീളത്തിനാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ ആയിട്ട് ഒരു 4 to 5 ബീഡ്സ് ഇടവിട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ഷുഗർ ബീഡ്സ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഗ്ലൂ ആക്കണം. അതിനായിട്ട് ഞാൻ B6000ൻ്റെ ഗ്ലൂ ആണ് എടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫില്ല് ചെയ്ത ഈ ഒരു ബീഡ്സ് വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അവിടെ ആയിട്ട് 4 to 5 ബീഡ്സ് ഇടവിട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി, സോറി. നമുക്ക് റൗണ്ട് ബീഡാണ് വേണ്ടത്. റൗണ്ട് ബീഡ് നമുക്ക് ഏത് വലുപ്പത്തിലുള്ളതും എടുക്കാം. നമ്മൾ വലിയ സൈസാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വലിയ ഡിസൈൻ കിട്ടും. ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സൈസ് കിട്ടും. ഇനി നമ്മൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കുക. അതിനായിട്ട് ഒരു റൗണ്ട് ബീഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആദ്യം കുത്തിയെടുത്തേണ്ട തൊട്ടിപ്പുറത്തോട്ടായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി റൗണ്ട് ബീഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് വീണ്ടും നീഡിലെടുക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് നേരത്തെ നമ്മൾ ചെയ്ത മാതിരി ഷുഗർ ബീഡ്സ് അതിലോട്ടേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ ഒരു റൗണ്ട് ബീഡിന് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. ആ ഒരു ഷേപ്പിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം കുത്തിയ ആ സെയിം പോയിന്റിൽ തന്നെ നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ലോക്ക് ചെയ്ത് കൊടുത്തത് മാതിരി ഒരു 4 to 5 ബീഡ്സ് ആണ് നമ്മൾ ലോക്ക് ചെയ്തത്. ഇവിടെ നമ്മളൊരു 2 to 3 ബീഡ്സിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ മാത്രം വരുന്ന ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ ആ ഒരു ഷോർട്ട് വീഡിയോ പോയിട്ട് കണ്ടു നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെ ഈ സെയിം ഡിസൈൻ തന്നെ ഒന്നുകൂടി ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് തൊട്ട് താഴത്തോട്ടായിട്ട് നീഡിലെടുക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് ഒരു റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ എന്താണോ ചെയ്തത് ആ സെയിം റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് മുകളിലോട്ടായിട്ട് വീണ്ടും നീഡിലെടുക്കുക. എന്നിട്ട് അതിലടുത്തോട്ടേക്ക് ഷുഗർ ബീഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക. റൗണ്ടിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ സെയിം പോയിന്റിൽ തന്നെ നീഡിൽ കുത്തി കൊടുക്കുക. എന്നിട്ട് 2 to 3 ബീഡ്സ് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് സിമ്പിളായിട്ടുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ പുറത്തൊക്കെ ബ്രൈഡൽ ബ്ലൗസൊക്കെ ചെയ്യാൻ കൊടുക്കാനാണെങ്കിൽ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ലാഭിക്കാം. പിന്നെ നമുക്കിവിടെ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ്. അപ്പോൾ കസ്റ്റമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തിരിക്കാം കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് വീണ്ടും നീഡിലെടുക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് നമ്മൾ ഒരു റൗണ്ട് ബീഡും ഒരു ഷുഗർ ബീഡും ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് തൊട്ട് താഴത്തായിട്ട് ഒന്നുകൂടി ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻസും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.